റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി രാഷ്ട്രീയ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒരേ ദിവസം ശിവസേന നേതാക്കളായ ഉദ്ധവ് താക്കറെയും ഏകനാഥ് ഷിൻഡെയെയും ആനന്ദ് കണ്ടതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാധോശ്രീയിലെത്തിയാണ് ആനന്ദ് അംബാനി അദ്ദേഹത്തെ കണ്ടത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി കൂടിയായ ഏകനാഥ് ഷിൻഡെയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മഹാരാഷ്ട്ര സന്ദർശനത്തിനിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും കൗതുകമായി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷാവസാനത്തോടെ നടക്കുമെന്നിരിക്കെ പലതരത്തിലുള്ള തിയറികളാണ് ആനന്ദ് അംബാനിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ ക്രമീകരണങ്ങളെയും തന്ത്രങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾക്കും ഈ കൂടിക്കാഴ്ച കാരണമായി. കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള ചർച്ചകളാണ് മഹാരാഷ്ട്രയിൽ സജീവമാകുന്നത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് ആനന്ദ് അംബാനി ഉദ്ധവ് താക്കറെയുടെ മാധോശ്രീയിൽ എത്തുന്നത്. ആ കൂടിക്കാഴ്ച ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. 1 മണിയോടെ അടുത്താണ് മുഖ്യമന്ത്രിയുടെ വസതിയായ വർഷ ബംഗ്ലാവിലെത്തി ഏകനാഥ് ഷിൻഡെയെ കാണുന്നത്. രണ്ടായി നിൽക്കുന്ന ശിവസേനക്കാരെ ഒന്നാക്കാനാണോ ആനന്ദ് അംബാനിയെ രംഗത്തിറക്കിയത് എന്ന് ഒരു കൂട്ടർ ചോദിക്കുമ്പോൾ തന്റെ പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് അദ്ദേഹം സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ കണ്ടത് എന്നാണ് ചിലർ ഉയർത്തുന്നത്. അംബാനി കുടുംബം രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാറില്ലെന്നും കുടുംബപരമായ മറ്റു കാര്യങ്ങൾക്കാകാം കൂടിക്കാഴ്ച എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. എന്നിരുന്നാലും രാത്രി വൈകിയുള്ള ഈ കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ മാറുമെന്നും അതിനാലാണ് ഉദ്ധവിനെ ആദ്യം സന്ദർശിച്ചത് എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം ഉദ്ധവ് താക്കറെയുമായി അടുപ്പം പുലർത്തുമ്പോഴും മഹാവികാസ് അഘാഡിയുടെ ഭാഗമായ കോൺഗ്രസ് അംബാനിയുമായി അത്ര രസത്തിലല്ല. അംബാനിയെ അവസരം കിട്ടുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി വിമർശിക്കാറുമുണ്ട്. അടുത്തിടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആനന്ദ് അംബാനിയുടെ വിവാഹ ചെലവിന്റെ പേരിൽ രാഹുൽ ഗാന്ധി BJPയെ ലക്ഷ്യമിട്ടിരുന്നു. വിവാഹത്തിന് അംബാനി കോടികൾ മുടക്കിയപ്പോൾ കർഷകർ കടക്കെണിയിലാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അതേസമയം മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. നേരത്തെ ഹരിയാനയ്ക്കൊപ്പം പ്രഖ്യാപിക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പാണ് വൈകുന്നത്. സംസ്ഥാനത്തെ വെള്ളപ്പൊക്കവും അതുമൂലം വോട്ടർ പട്ടിക പുതുക്കുന്നതിലെ കാലതാമസവും ഉത്സവ സീസണുമൊക്കെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വൈകാനുള്ള കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെക്കുറിച്ചും സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ സംസ്ഥാനത്ത് ചർച്ചകൾ കൊഴുക്കുമ്പോഴാണ് ആനന്ദ് അംബാനിയുടെ കൂടിക്കാഴ്ചയും സജീവമാകുന്നത്.